الدين النصيحة قالوا لمن قال لله ولرسوله ولأئمة المسلمين وعامتهم صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലകൾ തോറും നടത്താൻ നിശ്ചയിച്ച ആദർശ സമ്മേളനമാണ്. അതിന്റെ കോഴിക്കോട് ജില്ലയുടെ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്തും 27-ാം തീയതി കണ്ണൂരിലും ആദർശ സമ്മേളനം നടക്കുന്നതാണ് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നു. ഇതൊരു പ്രത്യേക സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ എതിർക്കുന്നതിന് വേണ്ടിയോ ഒന്നും സംഘടിപ്പിച്ച സമ്മേളനം അല്ല. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ഇവിടെ പഠിപ്പിക്കാനും നിലനിർത്താനും വേണ്ടിയാണ്. എന്നാൽ ആ പേർ സമസ്ത എന്ന പേര് അടിക്കടി പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ബിദ്അത്തുകാരെ മുഴുവനും കൂട്ടിച്ചേർത്ത് ബിദ്അത്തുകാരുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണ നൽകി അവരെ സഹായിക്കുകയും തലോടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞാലും, ഞങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാലും, എന്ത് തന്നെ പറഞ്ഞാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുൻഗാമികളായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച അതേ സംഘടന മുറുകെ പിടിക്കുകയും അതിന്റെ ആദർശം ഒരിക്കലും കൈവിടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഫത്വ ഇറക്കുന്നവരല്ല ഞങ്ങൾ.
ഒരിക്കലും അങ്ങനെ ഇറക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ സംഘടന ഇതേ നിലയിൽ തന്നെ ഹക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും. യാതൊരു സംശയവും അതിന് വേണ്ട. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അത് വളരെ പ്രത്യക്ഷമായി തന്നെ നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ എന്നും എന്റെ സമുദായത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സംഘം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരും ഞങ്ങൾക്കെതിരാണ്, മറ്റവർ എതിരാണ്, ഇവരെതിരാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള മറ്റ് ബിദ്അത്ത് സംഘടനകളും ഏതെല്ലാം നിലക്ക് ഇവിടെ വന്നു, ഐക്യസംഘം എന്ന പേരിൽ വന്നു, ഐക്യവേദി ഉണ്ടാക്കി, സൗഹൃദ വേദി ഉണ്ടാക്കി. ഇപ്പോഴും അത് പല പേരിലും മാറ്റി മാറ്റി ഉണ്ടാക്കി ഇവിടുത്തെ പണക്കാരനെയും ഇവിടുത്തെ കഴിവുള്ളവരെയും അതിൽ ഉൾപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉള്ളിലൂടെ ഇതാരുടെ പാർട്ടിയുമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെതുമല്ല, ഇത് കേവലം മുസ്ലിം സമുദായത്തിൻ്റെത് മാത്രമാണ് എന്ന് പറഞ്ഞ് അത്തരം സംഘടനകൾ കൊണ്ടുവരുന്നവര് മനസ്സിലാക്കണം. നിങ്ങളുടെ മുഴുവൻ ഉള്ളുകളികളും നിങ്ങളുടെ മുഴുവൻ കുതന്ത്രങ്ങളും ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ അത്തരം ഒരു കുതന്ത്രവും ഇവിടെ നടക്കുകയില്ല എന്ന് അവരും മനസ്സിലാക്കേണ്ടതാണ്. എന്തെല്ലാം ആഗോള പ്രശ്നങ്ങൾ ഇവിടെ പറയാനുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനുണ്ട്. ലോകം മുഴുക്കെ ഇന്ന് ഭീകരതയെ ഭയപ്പെടുകയാണ്. ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ രാഷ്ട്രവും രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആഗോള അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഭീകരശക്തികളുടെ പ്രവർത്തനം മുന്നേറുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ നാം എങ്ങനെ ചിന്തിക്കണം? ഇത് ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയമല്ലേ ഇത്? മറുഭാഗത്ത് മുസ്ലിം സമുദായത്തെ മുഴുവനും ഭീകരന്മാരായി ചിത്രീകരിക്കാൻ ഒരു ഭാഗത്ത് നടപടികൾ തുടരുകയാണ്. ഇത് ചിന്തിക്കാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതില്ലേ? മുസ്ലിം സമുദായത്തെ അവഹേളിക്കാനും പണ്ഡിതന്മാരെ പരിഹസിക്കാനും കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കുന്നത് പോലെ ഒരു ഫത്വ അങ്ങോട്ട് എറിഞ്ഞിട്ട് പോയാൽ മതിയോ? ഇപ്പോൾ സ്ത്രീകളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് കോലാഹലം നടക്കുകയാണ്. എന്താ ഉണ്ടായ ഫലം? കൂടിയാലോചന കൂടാതെ ഏതെങ്കിലും പാർട്ടികളെ ഒറ്റപ്പെടുത്തണം എന്ന തീരുമാനവുമായി കുറെ ആളുകളെ കൂട്ടി ഫത്വ ഇറക്കിയത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ മുഴുവൻ ആളുകളും ഇസ്ലാമിനെ പരിഹസിക്കാനും ഇസ്ലാമിനെ കളിയാക്കാനും വന്നു എന്നതിൽ കവിഞ്ഞു. എന്താണ് അതുകൊണ്ടുണ്ടായ നേട്ടം? അതാണ് താജുൽ ഉലമയുടെ സമർത്ഥ പറഞ്ഞത്. നിങ്ങളിവിടെ ധൃതിപ്പെട്ട്
ഏതെങ്കിലും പാർട്ടികളെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്തയുമായി വേണ്ടാത്ത കാര്യങ്ങൾ വലിച്ചിടണ്ട. നമുക്കൊരു സമവായമുണ്ടാക്കി കളയാം. ഒരു സമവായത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അത് വലിച്ചിട്ട് കടിച്ചു കീറാൻ, ഇസ്ലാമിനെ കടിച്ചു കീറാൻ, പണ്ഡിതന്മാരെ പിച്ചു ചീന്താൻ ഈ കാര്യം നിങ്ങൾ ഇട്ടുകൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. മനുഷ്യ സഹോദരങ്ങൾ ചിന്തിക്കണം, സത്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ആരാണ് ദീൻ പറയുന്നവർ, ആരാണ് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? സഹിക്കാൻ കഴിയുമോ? പണ്ഡിതന്മാരെ, അലിമീങ്ങളെ, മുസ്ലിം സമുദായത്തെ തന്നെ ആരൊക്കെയോ കയറി കടിച്ചു കീറുന്നു, ചീത്ത പറയുന്നു. അവസ്ഥയാണ് ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത്. നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മളതിന് ഉത്തരവാദിയല്ല. പക്ഷേ പറയുന്നത് ഇവിടുത്തെ മുഴുവൻ പണ്ഡിതന്മാരെയും മുഴുവൻ മുസ്ലിംകളെയുമാണ്. മുസ്ലിമിന്റെ പേരിൽ തന്നെയുള്ള ചില നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അവർക്ക് കയറിപ്പറ്റാനുള്ള നല്ലൊരു ഏണിയായി ഫത്വയിട്ട് കൊടുക്കുകയാണ്. അതിന് പകരം ഈ ഭിന്നിപ്പുമായി നടക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറയുന്ന മുഴുവൻ ആളുകളും, സമത്വയുടെ പേര് പറയുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കിരുന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമെന്ത് എന്ന് ചിന്തിക്കുകയും ഭരണഘടനയിലെ നിയമവും എല്ലാം പഠിച്ചവർ നമ്മളിൽ ഉണ്ടല്ലോ, നമ്മളിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്, എല്ലാം അവരെല്ലാവരും കൂടി ഇരുന്ന് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന് ഏതുവിധ വിലക്ക് നാം നേരിടണം എന്ന് പഠിക്കുകയും പറയുകയും ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രാജ്യം നന്നാവുകയില്ല. നാം വളരെ ഗൗരവമായി ചിന്തിക്കണം. പക്ഷേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഒരു സമവായത്തിലൂടെ ആ കാര്യം കണ്ടെത്തുകയായിരുന്നു വേണ്ടത് എന്ന്. ഇനി അവരുടെ ചർച്ചകളൊക്കെ കഴിയെ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പറയാനുള്ള സമയം വന്നാൽ ആ സമയത്ത് ഞങ്ങൾ അത് പറയുകയും ചെയ്യും. ഞങ്ങൾ ആരെയും ഭയപ്പെട്ടുകൊണ്ട്, ഒരു കക്ഷിയെയും ഭയപ്പെട്ടുകൊണ്ട് ദീനിന്റെ മസ്അല പറയാൻ ഞങ്ങൾ മടിക്കുകയില്ല. അതിന് യാതൊരു സംശയവും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നിന്ന് അമേരിക്കയിലേക്കും റഷ്യയിലേക്കും ചൈനയിലേക്കും അങ്ങോട്ട് മാത്രം പോകണ്ട. സിറിയയിലും ഈജിപ്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കുഴപ്പങ്ങൾ നടക്കുകയാണ്. ആരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്? സലഫി ചിന്തക്കാരും ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന, ബ്രദർഹുഡ് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ വിഭാഗവും ഈ കക്ഷികളല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ കുഴപ്പത്തിന്റെയും ഉത്തരവാദി എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. ഈജിപ്തിൽ നടന്ന കുഴപ്പം ആരാണ്? അവിടെ ബ്രദർഹുഡിന്റെ ആളുകൾ ആദ്യമായി നല്ല വഅദ് പറഞ്ഞു, നല്ല ഖുർആനും ഹദീസും ഓതി സംസാരിച്ചു. പാവപ്പെട്ട ജനങ്ങൾ ഇവർ നല്ലവരാണെന്ന് കരുതി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഭരണം കയ്യിൽ കിട്ടി. 6 മാസത്തിനുള്ളിൽ കരണ്ടും മുഴുവൻ വരുമാനങ്ങളും പകുതിയിലധികവും ഇസ്രായേലിന് കൈമാറ്റം ചെയ്തു. ഇസ്രായേലിന് ജൂതന്മാർക്ക് കൊടുക്കാനുള്ള കരാറായി
ആ സമയത്താണ് ഈജിപ്തിലെ ജനങ്ങൾ ചടകുടഞ്ഞ് എഴുതിയിട്ട് ഈ തീവ്രവാദികളെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെ തുടച്ചു നീക്കി. ഞാൻ പറയുന്നത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഈ പുത്തൻ വാദികളും പ്രസ്ഥാനക്കാരും മുഴുവനും ഇവിടെ കുഴപ്പത്തിന്റെ തിരി കൊളുത്തുന്നവരാണ്. അവരിലൂടെ അല്ലാതെ എവിടെയും ഈ കുഴപ്പമുണ്ടായിട്ടില്ല. ഇന്ന് സൗദിയിലേക്ക് നിങ്ങൾ നോക്കൂ, അവിടെ ജയിലിൽ അടക്കപ്പെട്ടവർ ആരാണ്? ഈജിപ്തിലാരാണ് ജയിലിൽ അടക്കപ്പെട്ടത്? അതുപോലെ സിറിയയിൽ കുഴപ്പമുണ്ടാക്കിയവരാരാണ്? ജോർദാനിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവരാരാണ്? അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് പർദ്ദയും മുഖമക്കലയും വേണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് ഇസ്ലാമിന്റെ ഒരു ശിആറാണ്, ഇസ്ലാമിന്റെ അടയാളമാണ്, നല്ല കാര്യമല്ലേ ഇവർ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ച് പലരും അവിടുത്തെ താലിബാനെ അനുകൂലിച്ചു പോയെങ്കിൽ പിന്നീട് ആ താലിബാന്റെ അവസ്ഥ അവർ സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ, ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന കക്ഷിയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ശ്രമപ്രദവുമായി വരുന്നതും അതേ കക്ഷികൾ ബിദ്അത്ത് നടത്താനും ബിദ്അത്തുകാരന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന കപടവിശ്വാസികളും ആണ്, മുനാഫിക്കുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. മുനാഫിക്കുകൾ എക്കാലവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടുവന്ന് മുനാഫിക്കത്തരം കാണിച്ചു കൊണ്ടുനിന്ന ഒരു മനുഷ്യനെ കൊണ്ട് അല്പം ചിലതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് ഒരുപാട് എഴുത്തുകാര് ഖാത്തിബുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരല്പസമയം ഇവനെയും എഴുതാൻ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ നിഫാക്ക് വെളിച്ചത്ത് കൊണ്ടുവന്ന്, അവന്റെ കാപട്യം വെളിച്ചത്ത് കൊണ്ടുവന്ന് അവൻ പരസ്യമായി മുർത്തദ്ദായി രംഗത്തിറങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞതെന്താണെന്നറിയോ? സനത് എഴുതിയുണ്ടാക്കിയതാണ്. നിങ്ങൾ എടുത്തു നോക്ക്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു മനുഷ്യനെ വിവരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ആരാണ്? അവൻ മരണപ്പെട്ടതിന്റെ ശേഷം അവനെ കുഴിച്ചിട്ടു. നേരം വെളുക്കുമ്പോഴേക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു വന്നു പോയി. മംബൂദ് മിനൽ അർദ്. അടുത്ത ദിവസം വീണ്ടും കുടിച്ചിട്ടു, കുറച്ചുകൂടി ആഴം കൂട്ടിയിട്ട് പിന്നെയും പുറത്തുപോയി. മൂന്നാമത്തെ ദിവസം അവരെ കൊണ്ട് കഴിയുന്ന അത്ര ആഴം കൂട്ടി കബർ കുടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കുടിച്ചിട്ടു. എന്നിട്ട് കാവൽ നിന്നു. ആരാണ് ഇത് മാന്തിക്കൊണ്ടുപോകുന്നത് എന്ന് നോക്കാൻ. അവർ പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ അനുയായികളാണ് ഇത് മാന്തിക്കൊണ്ട് പുറത്തിടുന്നത് എന്ന്. മൂന്നാമത്തെ ദിവസം അവർ കാവൽ നിന്നു. സഹോദരങ്ങളെ, നേരം വെളുക്കുമ്പോക്ക് ഈ ശവം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരുന്നു അവനെ സംബന്ധിച്ച്. എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനപ്രകാരം ഏതാനും ചില വരികളൊക്കെ അവിടത്തേക്ക് എഴുതിക്കൊടുത്ത ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞത് എന്താണ്? ലം യഖുൽ മുഹമ്മദുൻ ഇല്ലാ മാ കതബ്തു. ഞാൻ എഴുതിക്കൊടുത്തതല്ലാതെ മുഹമ്മദ് സംസാരിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് ഇവിടെ പറയുന്നത് മുഴുവനും ഞാൻ എഴുതിക്കൊടുത്തതാണ് എന്ന് ഈ കപട വിശ്വാസി പറഞ്ഞിരുന്നു. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫഇന്നഹു ലാ തഖ്ബലുഹുൽ അർളു. അവനെ ഭൂമി സ്വീകരിക്കൂല. ഭൂമിയുടെ ഉള്ളിൽ അവന് കിടക്കാൻ ഭൂമി സ്വീകരിക്കൂല.
അങ്ങനത്തെ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ ശേഷമുണ്ടായ സംഭവം 3 ദിവസവും കുഴിച്ചിട്ട് പുറത്തു വന്ന് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാരും എടുത്തിട്ടതല്ല, ഇത് ഭൂമിയിൽ നിൽക്കാത്തതാണ്, ഭൂമി വിഴുങ്ങാത്തതാണ് എന്ന്. പിന്നെ അവനെ എവിടെയോ കൊണ്ടുപോയി ചുട്ട് കരിച്ചു കളയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തതാണ്, ഞാൻ തന്നിട്ടാക്കി കൊടുത്തതാണ് എന്ന് പറയുന്ന മുനാഫിക്ക് അന്ന് തുടങ്ങിയതാ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരായി പോകണ്ട. ആരെയെല്ലാം ചതിച്ചു. ഇവിടെ പണ്ഡിതന്മാരെ ചതിക്കാൻ വന്ന മുനാഫിക്കുകൾ ഏത് കാലവും ഉണ്ട്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാം, തലവനായ ഇമാം. ആ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന ലക്ഷോപിലക്ഷം ജനങ്ങൾ ഇന്നും ലോകത്തുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളവും തമിഴ്നാടിലെ ചില ഭാഗവും കൊങ്കിണിയിലെ ഭാഗവും ഇത് കഴിച്ചാൽ ബാക്കി ഇന്ത്യ രാജ്യത്തിലുള്ള ജനലക്ഷങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് നടക്കുന്നവരാണ്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസമാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഇമാം ഷാഫി മിസ്റിലുണ്ടായിരുന്ന ദിവസം എല്ലാ ദിവസവും ഇമാം അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്യാൻ പോകും, ദിവസവും പോകും. എന്ന് മാത്രമല്ല, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, എനിക്ക് വല്ല വിഷമവും വന്നാൽ, കൂടുതൽ വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ ഇമാം അബൂ ഹനീഫയുടെ ഖബറിന്റെ അടുത്ത് പോകും. അവിടെ വെച്ച് ഖബർ സിയാറത്ത് ചെയ്ത് ഞാൻ ദുആ ചെയ്യും. എന്നാൽ എന്റെ ഹാജത്ത് വീട്ടിയിട്ടല്ലാതെ ഞാൻ അവിടുന്ന് മടങ്ങിയിട്ടില്ലെന്ന് ലോകപ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അത്രയും വലിയ പ്രഗൽഭരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾക്കെതിരായി ഇവിടെ അദ്ദേഹം ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തി ഞങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് പോലെ അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 100 പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫക്കെതിരായി പറഞ്ഞിട്ടുണ്ടെന്നും ഇമാം അബൂ ഹനീഫ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളാണ് എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരിൽ ഒരു ഗ്രന്ഥം തന്നെ കിതാബു സുന്നത്ത് എന്ന് പേര് വെച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ ശത്രുക്കൾ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇമാം അബൂ ഹനീഫ